ക്ഷേത്ര ഉപദേശക സമിതിയിലെ തർക്കത്തെ തുടർന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ 12 കളഭ മഹോത്സവം പ്രതിസന്ധിയിൽ. ഉപദേശക സമിതി പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ ദീർഘനാളായി തുടരുന്ന തർക്കം രൂക്ഷമായതോടെയാണ് പ്രതിസന്ധിയിലായത്. നിലവിലെ ഉപദേശക സമിതി പിരിച്ചുവിട്ട് പുതിയ ഉപദേശക സമിതി രൂപീകരിച്ചതിന് ശേഷം 12 കളഭ മഹോത്സവം നടത്തണമെന്നതാണ് ഭക്തരുടെ ആവശ്യം. മകരം 1 മുതൽ 12 വരെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ കളഭ മഹോത്സവം ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് നടക്കാറുള്ളത്. എന്നാൽ ഒരു വർഷം മുമ്പ് അധികാരത്തിലെത്തിയ ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളുടെ തർക്കമാണ് ഇപ്പോൾ കളഭ മഹോത്സവത്തിന് പ്രതിസന്ധിയായിട്ടുള്ളത്. സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിലുള്ള തർക്കം ഉപദേശക സമിതി ഓഫീസിന്റെ പൂട്ട് പൊളിക്കുന്നതിൽ വരെ എത്തി. പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് സെക്രട്ടറിയും കമ്മിറ്റി അംഗവും കൂടി പൂട്ടുപൊളിച്ചത് വലിയ വിവാദമായിരുന്നു. സംഭവം വിവാദമായതോടെ ദേവസ്വം ബോർഡ് ഇടപെട്ട് കഴിഞ്ഞ ദിവസം ഒത്തുതീർപ്പ് ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പിന്നാലെ പ്രസിഡന്റ് രാജിവെച്ചു. സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ് കത്ത് കൈമാറുകയും ചെയ്തു. ഉപദേശക സമിതി ഭാരവാഹികൾ തമ്മിൽ തർക്കം നിലനിൽക്കുമ്പോൾ കളഭ മഹോത്സവം എങ്ങനെ സുഗമമായി കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് ഭക്തർ. ഈ അമ്പലപ്പുഴ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉപദേശക സമിതി പ്രസിഡന്റും സെക്രട്ടറിയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുണ്ടാകുന്നത്. സാധാരണ നമ്മൾ ക്ഷേത്രത്തിൻ്റെ വികസന കാര്യങ്ങൾക്കും അതോടനുബന്ധിച്ച കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഉപദേശക സമിതി ദേവസ്വം ബോർഡ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പം പ്രസിഡന്റും സെക്രട്ടറിയും ബാക്കിയുള്ള മൊത്തം 13 അംഗ കമ്മിറ്റിയാണല്ലോ. അപ്പോൾ അവരെ യോജിച്ച് കൂട്ടായ തീരുമാനമെടുത്ത് ക്ഷേത്രത്തിൻ്റെ സർവോന്നതമായ ഉന്നതിക്ക് വേണ്ടിയാണ് ഉപദേശക സമിതി രൂപീകരിക്കുന്നത്. അമ്പലപ്പുഴ അമ്പലത്തെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതി പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള സ്വരച്ചേർച്ചക്കുറവ് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടി നിലവിൽ വന്നതാണ് ഉപദേശക സമിതി. രാഷ്ട്രീയത്തിനതീതമായി ഈശ്വരവിശ്വാസികളെ ഉൾപ്പെടുത്തി ക്ഷേത്ര ഉപദേശക സമിതി രൂപീകരിക്കണമെന്നാണ് ഹൈന്ദവ സംഘടനകളുടെയും ആവശ്യം. വിശ്വഹിന്ദു ആവശ്യപ്പെടാനുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കി ഈ ഉപദേശ സമിതിയെ പരിപൂർണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു ഉപദേശ സമിതി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ 12 കളഭ മഹോത്സവം അമ്പലപ്പുഴയുടെ മൊത്തത്തിലുള്ള നമ്മുടെ അമ്പലപ്പുഴ ഉത്സവത്തെക്കാളും വലിയ ആഘോഷമാണ് 12 കളഭ മഹോത്സവം എന്ന് പറയുന്നത്, ശങ്കരനാടക കലോത്സവം. അപ്പോൾ ഈ മഹത്തായ കാര്യങ്ങൾ രണ്ടും നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഉപദേശക സമിതിയെ പിരിച്ചുവിട്ടുകൊണ്ട് തീർച്ചയായിട്ടും പുതിയൊരു ഉപദേശ സമിതി എടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായ ഉപദേശ സമിതി എടുത്തുകൊണ്ട് ആ ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ വേണം നമുക്കിനി 12 കളഭ മത്സരം നടത്താനും അതിനുശേഷം പള്ളിപ്പാന പോലെയുള്ള വലിയ വലിയ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നമുക്ക് നടക്കാൻ പോവുക. അപ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ശക്തമായ കമ്മിറ്റി തന്നെ വേണം. ജനം, ആലപ്പുഴ.